ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നതിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൃത്യമായിട്ട് ഫാമിലി പ്ലാനിങ്ങുകൾ നടത്താറുണ്ട്. ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും വരുന്ന ചെലവുകളെക്കുറിച്ച് കൃത്യമായിട്ട് കൂട്ടിക്കിഴിക്കുകയും തൊട്ടടുത്ത് വരുന്ന മാസത്തിൽ എങ്ങനെയായിരിക്കണം ചെലവ് എന്നുള്ളതും കൃത്യമായിട്ട് അവിടെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് അവിടെ നടക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അവിടെയും കൃത്യമായിട്ട് ഒരു പ്ലാനിങ് അനിവാര്യമാണ്. ജോലിക്കാർക്കാണെങ്കിൽ എത്ര ജോലിക്കാർ വേണം, അവർക്ക് എത്രയാണ് സാലറി കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, സ്റ്റോക്ക് എത്ര എണ്ണം വേണം, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എത്ര കണ്ടിട്ട് വിൽക്കാൻ ഉതകുന്നതാവണം, അല്ലെങ്കിൽ റെഡി ഫോർ സെയിൽ എത്ര എണ്ണം വേണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് എത്ര എണ്ണം ആവശ്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് ഇന്ന് ബിസിനസ്സുകളിലും അതുപോലെ തന്നെ മറ്റു നമ്മുടെ ഫാമിലി സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സംവിധാനമാണ്. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈ ചാപ്റ്റർ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ബഡ്ജറ്ററി കൺട്രോൾ എന്നും രണ്ടാമത്തെ ഭാഗത്തിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. ഏതായിരുന്നാലും എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബുജറ്റിയിൽ നിന്നാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഫണ്ടൊക്കെ ഇട്ടുവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലെതർ ബാഗ് എന്നാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഫണ്ടുകളെ കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് ആണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് വേർഡായ ബുജറ്റിയിൽ നിന്നും ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുമ്പോൾ അവിടെ ബുജറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ പണം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ലെതർ ബാഗിനെയാണ് അവിടെ ബുജറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോസ്റ്റുകളെ നമ്മൾ മുൻകൂട്ടി റെഡിയാക്കി എടുക്കുക, അത് കൺട്രോൾ ചെയ്ത് ചിലവഴിക്കുക എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് പ്രധാനപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മീനിങ്ങും ഡെഫിനിഷനുകളൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റിംഗ് അഥവാ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതുപോലെ ഒബ്ജക്റ്റീവ്സുകൾ വരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടേഴ്സുകൾ, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സുകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റുകൾ വരുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ബഡ്ജറ്റുകളുണ്ട്. ഫിക്സഡ് ബഡ്ജറ്റുകളുണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ട്, പർച്ചേസ് ബഡ്ജറ്റുകൾ, സെയിൽസ് ബഡ്ജറ്റുകൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബഡ്ജറ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സോട് കൂടി കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ കൃത്യമായിട്ട് ചാനൽ വിലയിരുത്തുകയും പഠനാർഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ട്സോട് കൂടി സ്ക്രീനിൽ കാണാവുന്നതാണ്. ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ഭാഗത്തെ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ അതിലൊന്നാമത്തെ ഭാഗം ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അവിടെ നമ്മൾ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ടെടുക്കുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ദ ടേം ബഡ്ജറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ്. ഫ്രഞ്ച് വേർഡ് എന്നാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നത്. ദ ഫ്രഞ്ച് വേർഡ് ബുജറ്റി എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു നാമം വന്നത്. ഇറ്റ് മീൻസ് എ ലെതർ ബാഗ് into which funds are appropriated to meet the anticipated expenses. ഇതൊരു ലെതർ ബാഗാണ്. into which അതിൽ ഫണ്ട്സ് ആർ അപ്രോപ്രിയേറ്റഡ് ടു മീറ്റ് ദി ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വരാൻ സാധ്യതയുള്ള എക്സ്പെൻസസ്സുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിന് പര്യാപ്തമായിട്ടുള്ള ഫണ്ടുകൾ സൂക്ഷിക്കുക, അതിനു വേണ്ടിയുള്ള ഒരു ലെതർ ബാഗ് എന്ന അർത്ഥത്തിലാണ് അവിടെ ഫ്രഞ്ചിൽ ഇത് ബുജറ്റി എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. എ ബഡ്ജറ്റ് സിംപ്ലി മീൻസ് എ ഫിനാൻഷ്യൽ പ്ലാൻ. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് എക്സ്പ്രസ്ഡ് ഇൻ മണി. ഒരു മോണിറ്ററി ടേംസിലാണ് സാധാരണഗതിയിൽ നമ്മൾ ബഡ്ജറ്റിനെ തയ്യാറാക്കാറുള്ളത്. ഇറ്റ് ഈസ് എ
ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ബിസിനസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണിത് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയം ഉണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ ബജറ്റുകളൊക്കെ കാണുന്നതാണ് അല്ലെങ്കിൽ കേൾക്കുന്നതാണ്. അത് 5 വർഷത്തേക്കൊക്കെ ആയിരിക്കും. ദെൻ ഇയർലി ആയിട്ടും ഉണ്ടാവാറുണ്ട്. ദെൻ അങ്ങനെ ഓരോ ഇയറിൽ അല്ലെങ്കിൽ ഓരോ സെർട്ടൻ പീരീഡിലേക്ക് തയ്യാറാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഈ ഒരു ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ബിസിനസ് എ ബജറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഷോവിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെക്റ്റഡ് ഇൻകംസുകളും എക്സ്പെൻഡിച്ചറുകളൊക്കെ ആണ് അതിൽ ഉൾപ്പെടുന്നത് ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. ഒരു നിശ്ചിത സമയത്തേക്കാണ് അത് ഉപയോഗിക്കുന്നത്. അക്കോർഡിംഗ് ടു ജെഫ്രഡ് മെസ്റ്റൺ അഥവാ ഒരു പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ജെഫ്രഡ് മെസ്റ്റൻ്റെ അഭിപ്രായത്തിൽ എ ബജറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എ ഫേംസ് പ്ലാൻ ഇൻ ഫിനാൻഷ്യൽ ഫോം. ഫിനാൻഷ്യൽ ഫോമിലുള്ള ഒരു ഫേമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഇതെന്ന് പറയുന്നത് ഫോർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. ദെൻ ഭാവിയിലുള്ള ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഇത് തയ്യാറാക്കുന്നത്. ആ ടൈമിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ് ബജറ്റ് എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ബജറ്റിംഗ് എന്നത് എന്താണെന്നുള്ളത് നോക്കാം. ദെൻ ബജറ്റിംഗ് സിംപ്ലി മീൻസ് പ്രിപ്പയറിംഗ് ബജറ്റ്സ്. ബജറ്റുകൾ തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ബജറ്റ്. ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് നടപ്പാക്കുകയും അതിൻ്റെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ജെ ബാറ്റിയുടെ അഭിപ്രായത്തിൽ ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബജറ്റ് ഈസ് നോൺ ആസ് ബജറ്റിംഗ്. ബജറ്റ് തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതൊരു വെർബൽ ഫോമിൽ ഒരു പ്രവർത്തനമാണ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ വരാൻ സാധ്യതയുള്ള ഇൻകംസുകളും ഒപ്പം തന്നെ എക്സ്പെൻസുകളും കൃത്യമായിട്ട് അത് തയ്യാറാക്കുന്ന പ്രോസസ്സാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇനി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോളിൻ്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. ഒന്നാമത്തേത് എസ്റ്റാബ്ലിഷിംഗ് ബജറ്റ്സ് ഫോർ ഈച്ച് സെക്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓരോ സെക്ഷനുകളിലേക്കും ആവശ്യമായിട്ടുള്ള ബജറ്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബജറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് റെക്കോർഡിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലെയും പെർഫോമൻസുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും HR ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർഫോമൻസുകളെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് കമ്പയറിങ് കണ്ടിന്യൂസ്ലി ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദാറ്റ് ബജറ്റഡ്. കൃത്യമായിട്ട് നേരത്തെ തന്നെ നമ്മളൊരു ബജറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആവശ്യമായിട്ടുള്ളത്. ദെൻ ആ ആവശ്യമായിട്ടുള്ള തയ്യാറാക്കി വെച്ചിട്ടുള്ള ബജറ്റുകളെ കൃത്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം വിത്ത് ആക്ച്വൽ പെർഫോമൻസുമായി കമ്പയർ ചെയ്യണം. ദെൻ കമ്പയറിങ് കണ്ടിന്യൂസ്ലി ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബജറ്റഡ്. കൃത്യമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെർഫോമൻസുകളെ മെഷർ ചെയ്യണം. ദെൻ വിത്ത് ദാറ്റ് ബജറ്റ് എത്രയാണ് നേരത്തെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നത് ആ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനവുമായിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യണം എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ കാൽക്കുലേറ്റിംഗ് ദ ഡിഫറൻസസ് ഓർ വേരിയൻസസ് ബിറ്റ്വീൻ ബജറ്റഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. ദെൻ കൃത്യമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം ബിറ്റ്വീൻ ദ ബജറ്റഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. ബജറ്റഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് കണക്കാക്കണം. ദെൻ അഞ്ചാമത്തേത് അനലൈസിങ് ദ കോസസ് ഓഫ് സച്ച് ഡിഫറൻസസ് ഓർ വേരിയൻസ്. അങ്ങനെ വ്യത്യാസം സംഭവിക്കാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പം നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത് ഒരു 100% അല്ലെങ്കിൽ 100 യൂണിറ്റ് ഓഫ് പ്രൊഡ്യൂസ് ആണെങ്കിൽ ദെൻ അവിടെ ചിലപ്പോൾ 80% മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടത് 100% എത്തിയില്ല എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്.
ദെൻ ആറാമത്തേത് ഫർണിഷിംഗ് ബഡ്ജറ്റ് റിപ്പോർട്ട്സ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് കൃത്യമായിട്ട് ബഡ്ജറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ആറാമത്തേത്. ഈ പറഞ്ഞ വേരിയൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഫർണിഷിംഗ് എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. ദെൻ ഏഴാമത്തേത് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വെയർ നെസസറി. കൃത്യമായിട്ട് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസുകൾ എടുക്കുക ആവശ്യമായിട്ട് വരികയാണെങ്കിൽ. ദെൻ എട്ടാമത്തെ റിവൈസിങ് ദ ബഡ്ജറ്റ് ഇഫ് നെസസറി. ദെൻ ആവശ്യമാണെങ്കിൽ ആവശ്യാനുസരണം ബഡ്ജറ്റുകളിൽ മാറ്റം വരുത്തുക. ഇപ്പോൾ ഒരു പ്രവർത്തനം സക്സസ്ഫുൾ ആവുന്നില്ലെങ്കിൽ അതിൽ ബഡ്ജറ്റിൽ വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ അത് വരുത്തുക എന്നുള്ളതാണ് എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ് ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ടു കോഓർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിലുള്ള ഒരു കോഓർഡിനേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ട്, ടു റെഡ്യൂസ് അൺസെർട്ടൈനിറ്റീസ്. അനിശ്ചിതത്വങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മെഷർമെൻറ്റുകളും അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ അനിശ്ചിതത്വമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വർക്ക് തീരില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എംപ്ലോയീസ് വരില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ള സെർട്ടൈനിറ്റി അതിലുണ്ടാവും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തേത് ടു ഡയറക്റ്റ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അച്ചീവ് ഗോൾസ്. ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനും ദെൻ കൃത്യമായിട്ട് ഡയറക്ഷൻസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തേത്. ദെൻ നാലാമത്തെ ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ് സോ ആസ് ടു അറ്റെയിൻ മാക്സിമം പ്രോഫിറ്റബിലിറ്റി. പരമാവധി ലാഭം ഉണ്ടാക്കാൻ കൃത്യമായിട്ട് പറ്റും എന്നുള്ളതാണ്. അതെങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇൻകം എക്സ്പെൻസും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ, അതാ ഇൻകം പ്ലാൻ ചെയ്യാനും എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യാനും കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദി ഓർഗനൈസേഷൻ. ദെൻ ഓരോ സ്ഥാപനത്തിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ എംപ്ലോയീസിനും കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് തയ്യാറാക്കുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ തയ്യാറാക്കുമ്പം അത് ആ റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആറാമത് ടു ഡയറക്റ്റ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. ദെൻ ക്യാപിറ്റലുകളെ കൃത്യമായിട്ട് പ്രോഫിറ്റബിൾ മാനറിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലുകൾ നല്ല ഇങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ നടപ്പാക്കുകയാണെങ്കിൽ അവിടെ നല്ല പ്രോഫിറ്റബിളായിട്ട് അത് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഏഴാമത്തേത് ടു ഇംപ്രൂവ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് കോസ്റ്റ് സെൻറ്റേഴ്സ്. അതിന് കോസ്റ്റ് സെൻറ്ററിൻ്റെ പോപ്പുലർലി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എവിടേക്കാണ് കോസ്റ്റ് വരുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെൻറ്ററുകളെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയോ പ്രവർത്തനങ്ങൾ നന്നായിട്ട് എഫക്റ്റീവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾ എഫിഷ്യൻസിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ എട്ടാമത്തേത് ടു എലിമിനേറ്റ് വേസ്റ്റ് of all kind to improve economy and efficiency. Then നമ്മൾ മുഴുവൻ വേസ്റ്റുകളും ഒഴിവാക്കി പരമാവധി ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് വേസ്റ്റിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ഇംപ്രൂവ് എക്കണോമി ആൻഡ് എഫിഷ്യൻസി. ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഭദ്രതയും കാര്യക്ഷമതയും വർദ്ധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഒൻപതാമത്തെ ടു എൻഷുർ ദാറ്റ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അവൈലബിൾ ഫോർ ദി എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. ദെൻ ഇങ്ങനെ കൃത്യമായിട്ട് പ്ലാനിങ് നടക്കുന്നതിലൂടെ ഇൻകംസുകൾ എവിടെ നിന്നൊക്കെയാണ് സാധ്യമാവുന്നതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ദെൻ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൃത്യമായിട്ട് നമുക്ക് വർദ്ധിക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു എൻഷുർ ദാറ്റ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അവൈലബിൾ. കൃത്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിൾ ആക്കാൻ ഉറപ്പാക്കാൻ സാധിക്കും ഫോർ ദ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്സിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിലൂടെ. പത്താമത്തെ ടു പ്രൊവൈഡ് എ യാർഡ് സ്റ്റിക്ക് എഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ റിസൾട്ട് ക്യാൻ ബി കമ്പയർ. എന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് എ യാർഡ് സ്റ്റിക്ക്, ഒരളവ് കോല് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ റിസൾട്ട് ക്യാൻ ബി കമ്പയർഡ്. ദെൻ ആക്ച്വൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു യാർഡ് സ്റ്റിക്ക്, ഒരു അളവ് കോല് നമുക്കിതിലൂടെ കിട്ടും എന്നുള്ളതാണ്. ദെൻ അടുത്തത്
എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോൾ. എഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം, സം പ്രിലിമിനറി സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ ഫോർ എ സക്സസ്ഫുൾ ആൻഡ് സൗണ്ട് ബഡ്ജറ്ററി സിസ്റ്റം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സൗണ്ട് ബഡ്ജറ്ററി സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ, സക്സസ്ഫുൾ ആയ ഒരു ബഡ്ജറ്ററി സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ദെൻ കുറച്ച് സ്റ്റെപ്സുകൾ അത്യാവശ്യമാണ്. ദ ഫോളോവിങ് ആർ ദ എസെൻഷ്യൽ കണ്ടീഷൻസ് ഓർ റിക്വയർമെൻറ്റ്സ് ഓർ പ്രീ റിക്വയർമെൻറ്റ്സ്. ഒരു മുൻകരുതലാണ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് ഇത് പറയുക. ഫോർ എ ഗുഡ് ബഡ്ജറ്ററി സിസ്റ്റം, ഒരു ഗുഡ് ബഡ്ജറ്ററി സിസ്റ്റം സാധ്യമാകുന്നതിനുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമായ കണ്ടീഷൻസുകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ ഒന്നാമത്തേത് സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. 2 ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾ, അതും നിർബന്ധമാണ്. ദെൻ മൂന്നാമത്തെ ആഡിക്വേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, അതും കമ്പൽസറി ആയിട്ടൊരു സ്ഥാപനത്തിൽ വേണം. 4 മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, അഥവാ കുറഞ്ഞ ചെലവിൽ നമുക്ക് പ്രവർത്തനങ്ങൾ നടക്കണം. ദെൻ 5-ാമത്തേത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് 5-ാമത്തേത് വരുന്നത്. ദെൻ 6 ടൈംലി റിപ്പോർട്ടിംഗ് ആണ്. 7 ഫ്ലെക്സിബിലിറ്റി ആണ്. 8 സൗണ്ട് ഓർഗനൈസേഷൻ ആണ്. ഇത്രയും പ്രധാനപ്പെട്ട 8 എസെൻഷ്യൽ കാര്യങ്ങൾ ഒരു ബഡ്ജറ്ററി കൺട്രോളിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ദെൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻസുകളാണ് വരുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ, ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ, ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. ഈ 3 കാറ്റഗറിയിലാണ് പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ദെൻ അതിലൊന്നാമത്തേതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം ഫാക്ടർ. സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് 1 ലോങ് ടേം ബഡ്ജറ്റ്. ചില ബഡ്ജറ്റുകൾ നമ്മൾ ലോങ് ടേം ബഡ്ജറ്റ് എന്ന രൂപത്തിലേക്ക് തരംതിരിച്ചിട്ടുണ്ട്. ദീസ് ബഡ്ജറ്റ്സ് ആർ റിലേറ്റഡ് ടു പ്ലാനിങ് ദ ഓപ്പറേഷൻ ഓഫ് എ ഫേം ഫോർ എ പീരീഡ് ഓഫ് ടു 10 ഇയേഴ്സ്. ദെൻ 10 വർഷത്തേക്ക് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 10 വർഷം വരെയുള്ള കാലാവധിയിലേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനെയാണ് ലോങ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ്. ഇതൊക്കെ ലോങ് പീരീഡിലേക്കുള്ള ബഡ്ജറ്റ് ഒരു പ്രവർത്തനങ്ങളാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെയാണ് ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ 2-ാമത്തെ ഷോർട്ട് ടേം ബഡ്ജറ്റാണ്. ദെൻ ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ബഡ്ജറ്റ്സ് ആർ ഡ്രോൺ യൂഷ്വലി ഫോർ എ പീരീഡ് ഓഫ് 1 or 2 ഇയേഴ്സ്. 1-2 വർഷത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെയാണ് ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ബഡ്ജറ്റുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ 3-ാമത്തേത് കറണ്ട് ബഡ്ജറ്റ്സ്. ദീസ് ബഡ്ജറ്റ്സ് കവർ എ പീരീഡ് ഓഫ് 1 month ഓർ സോ, അഥവാ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള 1-2 മാസങ്ങളിലേക്കുള്ള ബഡ്ജറ്റാണ്. ഒരു വർഷത്തേക്ക് പോവില്ല എന്നർത്ഥം. ദീസ് റിലേറ്റഡ് ടു കറണ്ട് കണ്ടീഷൻ, നിലവിലുള്ള കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന വളരെ ക്വിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെയാണ് കറണ്ട് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 2-ാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ. ദെൻ ഈ ഫ്ലെക്സിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിനി തരംതിരിക്കുന്നത്. ദെൻ ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ബഡ്ജറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് 2 ടൈപ്സ്. 2 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട് വരുന്നത്. 1 ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി പ്രത്യേകത. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് ഇന്നെ ഡൈനാമിക് ബഡ്ജറ്റാണ്. വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന, ഏത് സമയത്തും മാറ്റങ്ങൾ വരുന്ന ബഡ്ജറ്റാണത്. വിച്ച് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ദെൻ ആക്ച്വലി അറ്റെയിൻ. നമ്മൾ എത്രയാണോ ഇപ്പോൾ ആക്ടിവിറ്റി എത്തിയിരിക്കുന്നത്, ആ ആക്ടിവിറ്റി എത്രയാണോ എത്തിയതിൻ്റെ ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ബഡ്ജറ്റുകൾ മാറ്റാം. എന്ന് വെച്ചാൽ പ്രവർത്തനം ഇപ്പോൾ എവിടെയാണോ എത്തിയത്, ആ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഡ്ജറ്റുകൾ മാറ്റാം എന്നുള്ളതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. ദെൻ ഇറ്റ് ഷോസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് അറ്റ് ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. വ്യത്യസ്ത ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റുകളും കോസ്റ്റുകളും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ 2-ാമത്തേത്
ഫിക്സഡ് ബഡ്ജറ്റാണ്. ഫിക്സഡ് ബഡ്ജറ്റ്, ഒന്ന് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പറഞ്ഞു, രണ്ടാമത്തെ ഫിക്സഡ് ബഡ്ജറ്റ്. ദെൻ ഇറ്റ് ഈസ് എ ബഡ്ജറ്റ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻ. നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി എത്രയെന്നുള്ള നമ്മുടെ പ്രശ്നമല്ല, പക്ഷേ അത് അൺചേഞ്ച്ഡ് ആണ്. എത്ര ആക്ടിവിറ്റി എത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യാതൊരുവിധ മാറ്റവും വരുത്താൻ സാധിക്കാത്ത ബഡ്ജറ്റാണ് ഈ ഒരു ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റ് ലോങ് പീരീഡിലേക്കുള്ളതായിരിക്കും. ദെൻ ആ ബഡ്ജറ്റ് മുൻകൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇടയിലിടയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ഇതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമില്ല. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് മാറ്റം വരുത്താൻ സാധ്യമല്ല. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ വൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഫോർ എ ഡെഫിനിറ്റ് ടൈം പീരീഡ്. ഒരു നിശ്ചിത സമയത്തേക്ക് ഒരൊറ്റ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ ഉണ്ടാക്കുന്ന, ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ലോങ് പീരീഡ് ആയിട്ടുള്ളതോ ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള ബഡ്ജറ്റുകളെയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഫിക്സഡ് ബഡ്ജറ്റുകളും ഫ്ലെക്സിബിൾ ബഡ്ജറ്റുകളും തമ്മിലുള്ള ഡിഫറൻസുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ ഫിക്സഡ് ബഡ്ജറ്റിൽ വരുന്നത് ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ബിസിനസ് കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. നമ്മൾ ഫിക്സ് ചെയ്തൊരു ബഡ്ജറ്റാണ്, അത് ഇനി ഒരിക്കലും അത് മാറ്റം വരുത്താൻ സാധ്യമല്ല. ദെൻ അപ്പോൾ അതിൻ്റെ ആ ബഡ്ജറ്റ് ഉണ്ടാക്കണമെങ്കിൽ അസംഷൻ ഉണ്ട്, ദാറ്റ് ദ ബിസിനസ് കണ്ടീഷൻ ഡു നോട്ട് ചേഞ്ച്. നിലവിലുള്ള ബിസിനസ് കണ്ടീഷൻ യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല എന്നുള്ള അസംഷനിലാണ് ആ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ദെൻ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ ബിസിനസ് കണ്ടീഷൻസ് ചേഞ്ച്. നോർമലി ബിസിനസ് കണ്ടീഷൻ എവർ ചേഞ്ചിങ് ആണ്. ദെൻ ആ ഒരു അസംഷനിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ദെൻ രണ്ടാമത്തെ കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. ദെൻ അവിടെ ആക്ച്വൽ കോസ്റ്റും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം അത് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഫിക്സഡ് ബഡ്ജറ്റാണ്, യാതൊരുവിധ മാറ്റം വരുത്തില്ല, അവിടെ കമ്പാരിസൺ യാതൊരു പ്രസക്തിയില്ല. ദെൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഈസ് പോസിബിൾ. ദെൻ ആക്ച്വൽ കോസ്റ്റും അതുപോലെ ബഡ്ജറ്റഡ് കോസ്റ്റും എപ്പോൾ വേണമെങ്കിലും കമ്പയർ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബഡ്ജറ്റുകൾ മാറ്റം വരുത്താം എന്നുള്ളതാണ്. മൂന്നാമത്തെ കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. ദെൻ വേരിയബിലിറ്റി അടിസ്ഥാനത്തിൽ കോസ്റ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇത് ഫിക്സഡ് നേച്ചറാണ്. ദെൻ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതുമാണ്. ദെൻ വേരിയബിൾ എന്നോ സെമി വേരിയബിൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ തരംതിരിക്കാം. വ്യത്യസ്ത ഹെഡുകളിലാക്കി നമുക്ക് തരംതിരിക്കാം എന്നുള്ളതാണ്. നാലാമത്തേത് പ്രിപ്പയർഡ് ഫോർ എ സിംഗിൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഒരൊറ്റ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും ഇതെന്നുള്ളതാണ്. ദെൻ ഫ്ലെക്സിബിൾ ആണെങ്കിൽ പ്രിപ്പയർഡ് ഫോർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. സെർട്ടൻ ലെവൽ വരെയുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തേത് നോട്ട് യൂസ്ഫുൾ ഫോർ കൺട്രോൾ, പ്രൈസ് ഫിക്സേഷൻ എറ്റ്സെട്ര. നമ്മൾ ഒരു വിഷയം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയൊന്നും ഇത്തരം ബഡ്ജറ്റുകൾ യൂസ്ഫുൾ അല്ല. കാരണം അത് ചേഞ്ച് ചെയ്യൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് യൂസ്ഫുൾ ഫോർ കോസ്റ്റ് കൺട്രോൾ, പ്രൈസിംഗ് ഡിസിഷൻ എറ്റ്സെട്ര. പ്രൈസിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അതുപോലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും ഇത് വെരി യൂസ്ഫുൾ ആണ്. കാരണം ഇത് ഏത് സമയത്തും മാറ്റം വരുത്താം എന്നുള്ളതാണ്. എവിടെയെങ്കിലും കോസ്റ്റിൽ പിന്നെ കൂടുതലാവുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ബഡ്ജറ്റ് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫിക്സഡ് അത് സാധ്യമല്ല. ദെൻ ഇനി നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ, പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ദെൻ ഒന്നാമത്തെ ഫങ്ഷണൽ ബഡ്ജറ്റാണ്. ദീസ് ആർ ദോസ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദെയർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ദെൻ വിച്ച് റിലേറ്റ്സ് ടു ദി ഫങ്ഷൻ ഓഫ് എ ബിസിനസ്സിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ദെൻ ദീസ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ദീസ് ആർ സബ്സിഡിയറി ടു ദ മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. അപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. ദെൻ മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ ഒരു സബ്സിഡിയറിയാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സിംപിളി പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് ഫങ്ഷണൽ ബഡ്ജറ്റ്. ഈ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബഡ്ജറ്റുകൾ ഉൾപ്പെടുത്തിയാണ് മാസ്റ്റർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഡീറ്റെയിൽ നമുക്കവിടെ പറയാം. Then examples of functional budgets include sales budget, production budget, then അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ബഡ്ജറ്റുകൾ ബിസിനസ്സിന് വേണ്ടി തയ്യാറാക്കുന്നത് ഓരോന്നും ചെറിയ ചെറിയ ബഡ്ജറ്റുകളാണ്. ഇതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സെയിൽസ് ഒരു ഫംഗ്ഷനാണ്, പ്രൊഡക്ഷൻ ഒരു ഫംഗ്ഷനാണ്, അതുപോലെ തന്നെ പർച്ചേസും മെറ്റീരിയൽസും ലേബറും എല്ലാം ഓരോരോ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, ഫംഗ്ഷനുകളാണ്. ഇതിനു വേണ്ടി തയ്യാറാക്കുന്നതാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്.
ദെൻ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് മേ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഈ ഫങ്ഷണൽ ബഡ്ജറ്റിനെ 2 കാറ്റഗറി ആക്കിയിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. ദെൻ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആർ ദോസ് ബഡ്ജറ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ വ്യത്യസ്ത ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിൽ വരുന്നത്. Then these are concerned with the revenue and expenses arising out of the operations of the business of the firm such as sales, purchase, production etc. സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഈ ഒരു ഓപ്പറേഷനിൽ നിന്ന് റവന്യൂവും എക്സ്പെൻസും ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് ഇത്. ദെൻ എന്നാൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്, രണ്ടാമത്തേത് ഫിനാൻഷ്യൽ ബഡ്ജറ്റാണ് വരുന്നത്. ദെൻ ഈ ഫങ്ഷണൽ ബഡ്ജറ്റിൽ ഒന്ന് നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ ബഡ്ജറ്റ്, 2 ഫിനാൻഷ്യൽ ബഡ്ജറ്റാണ്. ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ആർ ദോസ് then which incorporate ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണിത്. ദേ ഷോ ഇൻ ഡീറ്റെയിൽസ് ഇൻ ദ ഫ്ലോസ് and then shows in the details the inflow and outflow of cash. then ക്യാഷിൻ്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റിൽ വരുന്നത്. ആൻഡ് ദ ഓവറാൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്സിൻ്റെ ഓവറാൾ ഫിനാൻഷ്യൽ പൊസിഷനും ഇതിൻ്റെ പരിധിയിൽ വരും. ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ആർ ക്യാഷ് ബഡ്ജറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ നേച്ചറിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബിസിനസ്സിന് സാമ്പത്തിക കാര്യങ്ങളുമായി ടച്ച് ചെയ്തിട്ടുള്ള ബഡ്ജറ്റാണ് ഇതെന്ന് പറയുന്നത്. ദെൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ജറ്റുകളും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ദെൻ ഇനി മെയിൻ രണ്ടാമത്തെ പറഞ്ഞു, ഈ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷനിൽ 2 എണ്ണമാണെന്ന് പറഞ്ഞു നമ്മൾ. രണ്ടാമത്തേത് മാസ്റ്റർ ബഡ്ജറ്റാണ്. ദ മാനേജേഴ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രിപ്പയേഴ്സ് ദെയർ ഫങ്ഷണൽ ബഡ്ജറ്റ്. ദെൻ എല്ലാ മാനേജേഴ്സും അവരുടെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കും. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബഡ്ജറ്റുകൾ തയ്യാറാക്കും. ദെൻ ആൻഡ് സബ്മിറ്റ് ദം ടു ദ ബഡ്ജറ്റ് കമ്മിറ്റി. ബഡ്ജറ്റ് കമ്മിറ്റിക്ക് ഇത് സബ്മിറ്റ് ചെയ്യും. ദ കമ്മിറ്റി വിൽ മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അത്യാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കമ്മിറ്റി വരുത്തും. ദെൻ ഇൻകോർപ്പറേറ്റ് ഓൾ ദി ഫങ്ഷണൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരുത്തി കഴിഞ്ഞിട്ട് ദെൻ ഇറ്റ് പ്രിപ്പയേഴ്സ് എ മാസ്റ്റർ ബഡ്ജറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ ബഡ്ജറ്റ് തയ്യാറാക്കും. വിച്ച് ഇൻകോർപ്പറേറ്റ്സ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ്, എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതുണ്ടാവുക. ആൻഡ് ദ ഫിനാൻഷ്യൽ ബഡ്ജറ്റുമായും ബന്ധപ്പെടും ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓൾസോ. ദെൻ ഇൻ ടു വൺ കോംപ്രഹെൻസീവ് പിക്ചർ എന്ന് വെച്ചാൽ ഇത്രേ പറഞ്ഞുള്ളൂ. വിച്ച് ഇൻകോർപ്പറേറ്റ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ടു വൺ കോംപ്രഹെൻസീവ് പിക്ചർ. ഫിനാൻഷ്യൽ ബഡ്ജറ്റുകളെയും അതുപോലെ തന്നെ ഫങ്ഷണൽ ബഡ്ജറ്റുകളെയും ഒരൊറ്റ കോംപ്രഹെൻസീവ് പിക്ചറിലേക്ക്, ഒരൊറ്റ പിക്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മാസ്റ്റർ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി അതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ ബഡ്ജറ്റുകൾ വാങ്ങും, എന്നിട്ട് ഒരു മാസ്റ്റർ ബഡ്ജറ്റ് തയ്യാറാക്കും. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. നോർമലി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് വെച്ചാൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട് എന്നുള്ളതാണ്. വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ദെൻ ആരോഗ്യ മേഖലയുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇവരൊക്കെ ഇവരുടേതായ ബഡ്ജറ്റുകൾ തയ്യാറാക്കും. ഈ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെ ഒന്നിച്ച് ചേർത്ത് ഒരൊറ്റ ബഡ്ജറ്റാക്കുക. ഇതാണ് രണ്ടാമത്തെ ബഡ്ജറ്റ്. ആ രണ്ടാമത്തെ ബഡ്ജറ്റാണ് നമ്മുടെ ഇവിടെ പറഞ്ഞ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then it prepares a master budget which incorporate all the functional budgets and the financial budget of an organization into one comprehensive picture. then ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമുക്ക് തുടർന്ന് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറാക്കുന്ന വ്യത്യസ്ത ബഡ്ജറ്റുകളെ കുറിച്ചിട്ട് നമുക്കിതിൻ്റെ പ്രോബ്ലം പാർട്ടുകൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകളാണ് ചർച്ച ചെയ്യാനുള്ളത് രണ്ടാമത്തെ പാർട്ടിൽ. ദെൻ ഓരോ ബഡ്ജറ്റുകളും എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഉള്ള പഠനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്ത വിഷയം ദെൻ ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന മീനിങ്ങുകൾ, ഡെഫിനിഷനുകൾ, ഇതിനൊപ്പം തന്നെ ബഡ്ജറ്റിങ്ങുകൾ, അതിൻ്റെ സ്റ്റെപ്സുകൾ, 8 പ്രധാനപ്പെട്ട സ്റ്റെപ്സുകളാണുള്ളത്, മറന്നു പോകരുത്. ദെൻ ആ സ്റ്റെപ്സുകളും ഒപ്പം തന്നെ ഒബ്ജക്റ്റീവ്സുകൾ, എസെൻഷ്യൽസുകൾ നമ്മൾ മുഴുവൻ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻസിൽ അത് ടൈം ഫാക്ടർ, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ,
ദെൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാറ്റഗറി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തു. ദെൻ ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രോബ്ലം പാർട്ടുകളാണ് കൃത്യമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ദെൻ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കോസ്റ്റുകൾക്ക്, അതിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് ആ കോസ്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പാർട്ട് 2-ൽ ചർച്ച ചെയ്യാനുണ്ട്. ദെൻ +1 മുതൽ PG വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് സാധാരണ വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്ന ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പിലും നിങ്ങൾ ചോദിക്കണം, കണ്ടെത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠന വിഷയങ്ങളിൽ എല്ലാവരും നന്നായിട്ട് ഉത്സാഹിക്കുകയും സംശയങ്ങൾ തേടി പിടിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.